ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനൽ 1000 സബ്സ്ക്രൈബേഴ്സായി കേട്ടോ. എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ ചങ്കുകൾക്കും ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട്. ഇനിയും എൻ്റെ കൂടെ നിൽക്കണം. എല്ലാവർക്കും ചക്കര ഉമ്മ. അപ്പോൾ നമുക്ക് ഇന്നത്തെ കഥ കേട്ടാലോ. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയം, അന്ന് എൻ്റെ പ്രായം 18 വയസ്സാണ്. പ്രായം 18 വയസ്സാണെങ്കിലും എന്നെ കണ്ടാൽ 22എങ്കിലും തോന്നും. കാരണം കുറച്ച് വണ്ണമുള്ള ശരീരപ്രകൃതമാണ്. ഹൈറ്റ് കുറച്ച് കുറവാണ് എനിക്ക്. കാണാൻ നല്ല ഭംഗിയുള്ള കണ്ണുകൾ, നീണ്ട മുടി, നിതംബം വരെ ഉണ്ട് കേട്ടോ. കെട്ടിയിട്ടാൽ മാംസളമായ നിതംബത്തിൽ തട്ടിക്കിടക്കും. നല്ല കറുത്ത മുടി എൻ്റെ മുഖത്തിനെ ഒന്നുകൂടി വെളുത്തു തുടുത്തു തോന്നിപ്പിക്കുമായിരുന്നു. 18 വയസ്സുകാരിയുടെ ശരീര വളർച്ചയല്ല എനിക്കുള്ളത്. അമ്മ എപ്പോഴും പറയും, ഷോളിട്ട് ശരീരഭാഗങ്ങൾ മറച്ചു നടന്നാൽ മതി, അല്ലേൽ ആൺപിള്ളേർ നോക്കും. ശരിയാ, എല്ലാവരും നോക്കുമായിരുന്നു. അങ്ങനെ നോക്കുന്നതിൽ എനിക്ക് ഇഷ്ടക്കേടൊന്നുമില്ലായിരുന്നു കേട്ടോ. എന്നെ കാണാൻ ഭംഗിയുള്ളത് കൊണ്ടല്ലേ എന്നൊരു ഭാവം എനിക്കുണ്ടായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് ജോലിയുണ്ടായിരുന്നു. എനിക്ക് അച്ഛനില്ല. വീട്ടിൽ അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ. ഞാൻ പഠിച്ചിട്ട് 5 മണിയാകുമ്പോൾ എത്തും. എന്നാൽ അമ്മ 7 മണിക്ക് വീട്ടിലെത്തുകയുള്ളൂ. എനിക്ക് വീട്ടിൽ ഒറ്റയ്ക്കിരിക്കാൻ പേടിയായതുകൊണ്ട് അയലത്തെ വീട്ടിൽ പോയിരിക്കാൻ അമ്മ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അപ്പുറത്തെ വീട്ടിൽ പോയിരിക്കും. അവിടെ ആൻറ്റിയും അങ്കിളും മാത്രമേ ഉള്ളൂ. അവിടുത്തെ ആൻറ്റിക്ക് ഒരു സമയവും റെസ്റ്റില്ല. എപ്പോഴും ജോലിയാണ്. ഒറ്റയ്ക്ക് എല്ലാം ചെയ്യണം. അത് കാരണം എന്നോടൊന്നും മിണ്ടാൻ പോലും സമയം കിട്ടാറില്ല. അവിടുത്തെ അങ്കിൾ ഒരു ഷോപ്പിൽ ജോലി നോക്കുന്നു. 6 മണിക്ക് വീട്ടിലെത്തി കുളിച്ചാൽ TV കാണല പണി. എന്നോടും പറയും, നീ ഇവിടെ ഇരിക്ക്, TV കാണാം. അമ്മ വരട്ടെ, വരുമ്പോൾ പോകാമല്ലോ. ഇരിക്കാൻ പറഞ്ഞു വാശി പിടിക്കുമ്പോൾ ഞാനിരിക്കും. അങ്കിളിൻ്റെ കറുത്തിരുണ്ട ശരീരത്തിൽ വളർന്നു കിടക്കുന്ന രോമങ്ങൾ കണ്ടാൽ പേടി തോന്നും കേട്ടോ. പറഞ്ഞിട്ട് അനുസരിച്ചില്ലെങ്കിൽ അഹങ്കാരമെന്ന് പറഞ്ഞാലോ എന്ന് ഉള്ളതുകൊണ്ട് ഞാൻ ഇരിക്കും. കുറച്ച് സമയം അങ്കിൾ ഇരിക്കും, പിന്നെ എഴുന്നേറ്റ് നടക്കും. ഞാനിരിക്കുന്നിടത്ത് കൂടിയാണ് നടത്തം. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴെല്ലാം എന്നെ ഒന്ന് തട്ടിക്കൊണ്ടാ പോകുന്നത്. പല തവണയും ഞാൻ സഹിച്ചു. ഒരു ദിവസം എന്നത്തെയും പോലെ അങ്കിൾ നടക്കാൻ തുടങ്ങി. എന്നിട്ടെൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ തോളിൽ ഒരു കൈകൊണ്ട് പിടിച്ചു. ഞാൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. അങ്കിൾ എന്നെ നോക്കി കണ്ണിറുക്കി ഒരു കള്ളച്ചിരി ചിരിച്ചു. തോളിൽ നിന്ന് എൻ്റെ മാറിലേക്ക് കറുത്ത കൈകൾ ഇഴഞ്ഞു. ഞാനാകെ മരവിച്ചതുപോലെയായി. ആ മാംസളമായ 2 ഭാഗങ്ങളിലും കൈകൊണ്ട് ഒന്നമർത്തിയിട്ട് കൈ പെട്ടെന്നെടുത്തു. ആൻറ്റി വരുന്നുണ്ടോ എന്നകത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നു. ആൻറ്റി വരുന്നില്ലെന്നുറപ്പായപ്പോൾ എൻ്റെ ചെവിയിൽ പതിയെ പറഞ്ഞു, നല്ല മുഴുത്ത വലിയ മാമ്പഴങ്ങളാണല്ലോ മോളെ. ഞാൻ പിടിച്ചത് ആരോടും പറയരുത് കേട്ടോ. അത് പറഞ്ഞതും അമ്മ വരുന്നത് കണ്ടു. അമ്മയെ കണ്ടപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിലുള്ള ഭാവം. ഞാനും അമ്മയും മുറ്റത്തേക്കിറങ്ങി. ഞാൻ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ എൻ്റെ ബാഗ് തുള്ളിക്കളിക്കുന്നത് അങ്കിൾ നോക്കി നിൽക്കുന്നത് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു. ഇതിൻ്റെ പാർട്ട് 2 2 ദിവസത്തിനകം വീണ്ടും ഇടുന്നതായിരിക്കും. എൻ്റെ കഥ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ബൈ.